രാത്രിയോടെയാണ് കാക്കനാട് KMM കോളേജിൽ നടന്ന NCC ക്യാമ്പിലെ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തുന്നത്. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതു മുതൽ വയറുവേദനയും ഛർദിയും തുടങ്ങിയെന്ന് കുട്ടികൾ. കൂട്ടുകാരനെ അവിടെ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് കുഴഞ്ഞാ വീണത്. ബോധം പോയി. ആദ്യം കുറച്ച് പേര് വീണുള്ളൂ, പിന്നെ കുറെ പേര് വീണ് പൊക്കിക്കൊണ്ട് ആംബുലൻസ് ഒക്കെ വന്ന് കുറെ പേര് അങ്ങനെ പോയി. സംഭവം അറിഞ്ഞ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കോളേജ് ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി. ചെറിയ രീതിയിൽ വാക്കേറ്റവും ഉണ്ടായി. ഇതിനിടയിൽ SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിക്കെതിരെ ആരോപണവുമായി ക്യാമ്പിലെ പെൺകുട്ടികൾ രംഗത്തെത്തി. അങ്ങനെ വരെ അവർ ഞങ്ങളോട് ചോദിച്ചു. ആ ലേഡി എനിക്ക് അവരെ അറിയില്ല, അവരെന്തോ പാർട്ടിക്കാരത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര മോശമായിട്ടാണ് അവർ ഞങ്ങളെ സംസാരിച്ചത്. ഞങ്ങളുടെ ആ ബെരക്കിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ബെരക്കൊക്കെ നോക്കി, എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ. രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ക്യാമ്പിൽ പ്രവേശിച്ചതെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇവര് തീർത്തും നമ്മളെ കേറ്റാത്തൊരവസ്ഥയായിരുന്നു. കേറ്റാൻ പറ്റില്ല, ഇത് NCCയുടെ ക്യാമ്പാണ്, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. അവരും തീർത്തും ഇങ്ങോട്ടും കൗണ്ടർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ എന്തായ പാരന്റ്സ് ആണ് അവിടെ കയറി നോക്കണം. ഞാൻ എല്ലാവരെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അതിൻ്റെ അത് കയറിയത്. NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറി ക്രമസമാധാന ലംഘനം ഉണ്ടാക്കിയതിന് BNS 189, 191, 190 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. SFI പ്രവർത്തകനായ ആദർശ് 2ാം പ്രതിയും കളമശ്ശേരി നഗരസഭ BJP കൗൺസിലർ പ്രമോദ് 3ാം പ്രതിയുമാണ്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന 7 പേർക്കെതിരെയും കേസുണ്ട്. അതേസമയം ഭക്ഷണ സാമ്പിൾ പരിശോധിച്ച് റിസൾട്ട് വന്ന ശേഷമാകും ഭക്ഷ്യവിഷബാധ ആണോ എന്നത് സ്ഥിരീകരിക്കാൻ സാധിക്കൂ എന്ന് NCC ഡയറക്ടർ കേണൽ ആസാദ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിക്കും. താൽക്കാലികമായി നിർത്തിയ ക്യാമ്പ് തുടരാനുള്ള സാധ്യതയും NCC പരിശോധിക്കുന്നുണ്ട്. ഇതിനായി ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം സ്വീകരിക്കും. ക്യാമ്പിലുണ്ടായിരുന്ന 70-ന് മുകളിൽ കുട്ടികൾക്കാണ് ഇന്നലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇവർ ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.